السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഈ ഭാഗത്ത് നാം സീറയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പുള്ള അറേബ്യയുടെ ആ ചരിത്രമാണ്. അതായത് അവരുടെ ആ ജാഹിലിയത്ത് അല്ലെങ്കിൽ അറേബ്യൻ ചരിത്രത്തിന്റെ ഏതൊരു അവസ്ഥയിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത് എന്നുള്ള പരിശോധന വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പൊ ആരാണ് അറബികൾ? അറബി എന്ന വാക്കിന്റെ അർത്ഥം അങ്ങേയറ്റം ഒഴുക്കോടുകൂടി സംസാരിക്കാൻ കഴിയുന്നവൻ എന്നാണ്. നമുക്ക് ഭാഷയിൽ കാണാൻ സാധിക്കും. നെഹ്റുൻ അറബത്തുൻ, അതായത് നിറഞ്ഞൊഴുകുന്ന ഒരു നദി. അതുപോലെ തന്നെ അറബികൾ മറ്റുള്ളവർ, അതായത് അറബി സംസാരിക്കാൻ അറിയാത്തവരെ വിളിച്ചുകൊണ്ടിരുന്ന വാക്കാണ് അജം. അതിന്റെ അർത്ഥം വരുന്നത് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ എന്നാണ്. അത്രമാത്രം അവർ അവരുടെ ഭാഷയിൽ പ്രൗഢി കൊണ്ടിരുന്നു, അറബി എന്ന ഭാഷയിൽ. അപ്പം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിസാനൻ അറബിയും, സ്പഷ്ടമായ അറബി ഭാഷ. അതുപോലെ തന്നെ അറബിയും മുബീൻ. അപ്പൊ അറബികളുടെ ഈ വംശാവലിയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന വംശാവലിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. ഒന്നാമതായിട്ട് കടന്നു വരുന്ന അറബികളാണ് അറബൽ ബാഇദ, ആദ് സമൂഹം, അതുപോലെ തന്നെ സമൂദ് ഗോത്രം. ഇവരൊക്കെയാണ് ഈ അറബൽ ബാഇദ. ഇവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ലംഘിച്ചത് നിമിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ലഭിച്ച് നാമാവശേഷമായി ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട സമൂഹമാണ് അറബൽ ബാഇദ. രണ്ടാമതായി പിന്നീട് വന്ന അറബികളാണ് അറബൽ ബാഖിയ. അതിനെ രണ്ടായി നമുക്ക് തരംതിരിച്ചിരിക്കും. ഒന്ന് കഹ്ത്വാനികൾ, അവരറിയപ്പെടുന്നത് അറബൽ ആരിബ എന്നാണ്. ഈ കഹ്ത്വാനി എന്നൊരാളുടെ വ്യക്തിയുടെ പേരാണ്. അദ്ദേഹമാണ് അറബിയുടെ പിതാവ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ കഹ്ത്വാനിയുടെ മകനാണ് യഅറൂബ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അറബൽ ആരിബ. ആരിബ എന്ന വാക്ക് യഅറൂബ് എന്ന പേരിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും പറയുന്നു. അപ്പൊ ഇവരാണ് ശുദ്ധ അറബികൾ, അതായത് 100% പ്യുവർ അറബികൾ എന്ന് പറയുന്നത് കഹ്ത്വാനികളാണ്. ഇവര് യമനിൽ നിന്ന് പലായനം ചെയ്താണ് അറബ് നാടുകളിലേക്ക് വന്നത്. ഇവര് സബഅ് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഷീബാരാജ്ഞിയുടെ കീഴിലായിരുന്നു ഇവർ ജീവിച്ചത്. അപ്പൊ ഇവരുടെ കൃഷിയായിരുന്നു ഇവരുടെ മെയിൻ തൊഴിൽ മാർഗം. അപ്പം മആരിബ് എന്ന അണക്കെട്ട് തകരുകയും അത് നിമിത്തം ഇവരുടെ കൃഷി ഇല്ലാതാക്കുകയും അങ്ങനെ അവർ യമനിൽ നിന്ന് പലായനം ചെയ്ത് അറബ് രാജ്യത്തേക്ക് വന്നെത്തിയവരാണ്. ഇവരിൽ നിന്ന് വന്നെത്തിയ പ്രമുഖരായ ഗോത്രങ്ങളാണ് ഹിമ്യർ, കഹ്ലാൻ, അതുപോലെ തന്നെ ജുർഹൂം ഗോത്രം. പിന്നീട് ഇവരുടെ പിൻഗാമികളായി എത്തിയ ഗോത്രങ്ങളാണ് മദീനയിലെ പ്രസിദ്ധമായ ഔസും ഖസ്റജും ഗോത്രങ്ങൾ. അപ്പം നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ മകനായ സാമിന്റെ സന്താന പരമ്പരയിൽ കടന്നു വരുന്നവരാണ് ഈ കഹ്ത്വാനികൾ എന്ന് ചരിത്രകാരന്മാർ പറയുന്നതെന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് അറബൽ ബാഖിയയിലെ രണ്ടാമത്തെ വിഭാഗമാണ് അദ്നാനികൾ. അവർക്ക് മറ്റൊരു പേരാണ് അറബൽ മുസ്തഅരിബ. ഇപ്പം മറ്റൊരു ദേശത്ത് നിന്ന് കുടിയേറി പിന്നീട് അറബി ഭാഷ പഠിച്ച ആളുകളാണ് ഈ അദ്നാനികൾ അല്ലെങ്കിൽ അറബൽ മുസ്തഅരിബ. അപ്പൊ ഇവര് ഉത്ഭവിച്ചത് ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ പടിഞ്ഞാറ് തീരത്തുള്ള ഊർ പട്ടണത്തിൽ നിന്നാണ്. അപ്പൊ ഊർ എന്ന പട്ടണത്തിന്റെ ഊർ എന്ന വാക്കിന്റെ മീനിങ് വരുന്നത് തന്നെ നാട് എന്നാണ്. അപ്പം ഈ ഒരു വാക്കിൽ നിന്നാണ് നമ്മുടെ മലയാളം, അതുപോലെ തന്നെ തമിഴ് ഭാഷകളുള്ള ഊർ, അതുപോലെ ഊര്, അതുപോലെ തന്നെ ഹിന്ദിയിൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരത്തിന് പറയുന്നത് ദൂർ, അതൊക്കെ ഉത്ഭവിച്ചത് ഈ ഒരു വാക്കിൽ നിന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പം ആദർശപിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണ്
ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് തന്റെ ഭാര്യയും മകനെയുമായി എത്തിയ സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ഈ ഒരു അദ്നാനികളിൽ വരുന്നത്. അപ്പം ആ ചരിത്രം ചെറിയൊരു രൂപത്തിൽ വിശദീകരിക്കുകയാണ്. അത് എങ്ങനെയാണ് അത് നടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ ഭാര്യയായ സാറാബിയോടൊപ്പം ഇറാഖിൽ നിന്ന് ഈജിപ്തിലേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഈജിപ്തിൽ എത്തിയ സന്ദർഭത്തിൽ അവിടുത്തെ ഭരണാധികാരി ഒരു സ്ത്രീകളെ ദുരുപയോഗം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ സുന്ദരിയായ സാറാബിയെ കണ്ടപ്പോൾ സൈന്യം സാറാബിയെ പിടികൂടുകയും അങ്ങനെ രാജാവിന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ രാജാവ് സാറാബിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും അതേസമയം സാറാബീവി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുകയും രാജാവ് തളർന്നു പോവുകയും ഉണ്ടായി. അപ്പൊ ഞാൻ നിന്നെ ഇനി ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന് വാക്കു നൽകുകയും സാറാബീവി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയും അദ്ദേഹം പഴയ രൂപത്തിലാവുകയും അദ്ദേഹം പിന്നീട് ഒന്നുകൂടി സാറാബീവിയെ കടന്നു പിടിക്കാൻ പിന്നീട് ശ്രമിക്കുകയാണ്. അപ്പൊ ഇതേ ഒരു സന്ദർഭം പിന്നെ ആവർത്തിക്കുന്നു. രാജാവ് വാക്ക് നൽകുന്നു ഇനി ഒരിക്കലും ഉപദ്രവിക്കില്ല എന്ന്. അങ്ങനെ സാറാബീവി ദുആ ചെയ്യുകയാണ്. രാജാവിന്റെ തളർച്ച മാറുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് സമ്മാനമായി ഹാജർ എന്ന ഒരു അടിമ സ്ത്രീയെ നൽകുകയാണ്. അപ്പം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. തിൽക ഉമ്മുക്കും എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ ഉമ്മയാണ്, അതായത് ഹാജറ ബീവിയാണ് നിങ്ങളുടെ ഉമ്മ എന്ന് അറബികളോട് പറയുകയാണ്. അതായത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിന്നീട് സാറാ ബീവിയുടെ നിർബന്ധം തുടർന്ന് ഹാജറ ബീവിയെ വിവാഹം ചെയ്യുകയും അങ്ങനെയാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മുലകുടി പ്രായം എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന എത്തുകയാണ് ഭാര്യയും കുട്ടിയും മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ. അപ്പം ആ കൽപ്പന പ്രകാരം സ്വന്തം മകനെയും ഭാര്യയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. മക്ക എന്ന ഊശര ഭൂമിയിൽ അങ്ങനെ ഉപേക്ഷിച്ചു. ആ ഒരു സന്ദർഭത്തിൽ തിരിഞ്ഞു നടക്കുമ്പോൾ ഹാജറ ബീവി വിളിച്ചു ചോദിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് താങ്കൾ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അതേ എന്ന് മാത്രം പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടന്നു പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. സൂറത്തുൽ ഇബ്രാഹിമിലെ 37-ാമത്തെ വചനം. ആ ഒരു പ്രാർത്ഥനയാണ് ആമുഖമായി ഓതിയത്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി, ഞങ്ങളുടെ റബ്ബേ എന്റെ സന്തതികളിൽ നിന്നും ചിലരെ കൃഷിയുള്ളതല്ലാത്ത ഒരു താഴ്വരയിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതകൽ മുഹറം, നിന്റെ പവിത്രമായ വീട്ടിലടുത്ത് ഞങ്ങളുടെ റബ്ബേ റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത ഫജഅൽ അഫ്ഇദതൻ മിനൻ നാസ്, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണത്. മിനന്നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ, ആകയാൽ മനുഷ്യരിൽ നിന്നുള്ള ചില ഹൃദയങ്ങളെ അവരുടെ നേരെ ചായുന്നതാക്കണമേ, അവർക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്നും നീ ആഹാരം നൽകുകയും ചെയ്യണമേ, അവർ നന്ദി കാണിച്ചേക്കാമല്ലോ. അപ്പം അങ്ങനെ കേവലം 1-2 ദിവസങ്ങൾക്കുള്ള ഭക്ഷണമേ ഹാജറ ബീവിയുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഭക്ഷണം തീർന്നപ്പോൾ കുട്ടിയായിരുന്ന ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ദാഹിച്ച് കരയാൻ തുടങ്ങി. ആ ഒരു സന്ദർഭത്തിൽ ഹാജറ ബീവി ഭക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രത്യക്ഷപ്പെടുകയും സംസം അവർക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ വെള്ളത്തിന്റെ സ്രോതസ് വന്നതോടുകൂടി നിരവധി പക്ഷികളും ജീവികളും ആ ഭാഗത്തേക്ക് കടന്നു വരാൻ തുടങ്ങി. അപ്പൊ മരുഭൂമിയിൽ വെള്ളം എന്നുള്ളത് അപൂർവമായ ഒരു സംഭവമാണ്. സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഹദീസ് ഉണ്ട്. ആ പ്രദേശത്ത് കൂടി ജുർഹൂം ഗോത്രം, നാം ആദ്യം പറഞ്ഞതാണ് ഖഹ്താനികളുടെ ഒരു ഗോത്രമാണ് ജുർഹൂം ഗോത്രം. ആ ജുർഹൂം ഗോത്രക്കായ ചില ആളുകൾ അതുവഴി കടന്നു പോവുകയാണ്. അപ്പൊ അവര് പക്ഷികളുടെ സാന്നിധ്യം കണ്ടു. അന്നത്തെ കാലത്ത് വിജനമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പക്ഷികളെ കണ്ട് അതൊരു ശുഭസൂചനയാണ്. കാരണം അവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ദിശയിലേക്ക് ഒരു ദൂതനെ അവർ അയക്കുകയാണ്. ഒരു വിചിത്രമായ ഒരു കാഴ്ചയാണ് ആ ദൂതൻ ചെന്ന് കണ്ടത്. അതായത് ഒരു മാതാവും ഒരു കുട്ടിയും ഇരിക്കുന്നു, തൊട്ടരികത്ത് ഒരു ജലസ്രോതസ്സും. അങ്ങനെ ആ സംഘം അവിടെ എത്തുകയും ഹാജറ ബീവിയുടെ പെർമിഷൻ ചോദിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ താമസമാക്കിക്കോട്ടെ എന്ന്. അങ്ങനെ ഹാജറ ബീവി അനുമതി നൽകി ചില കണ്ടീഷൻസ് വെച്ചു. അതായത് സംസം ഹാജറ ബീവിയുടെ അധികാരത്തിൽ തുടരുമെന്ന്. അങ്ങനെ ആ ജുർഹൂം ഗോത്രം അവിടേക്ക് പൂർണ്ണമായി എത്തുകയാണ്. അങ്ങനെ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഈ ജുർഹൂം ഗോത്രത്തിന്റെ ഇടയിലാണ് കളിച്ചു വളർന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അറബി ഭാഷ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പഠിക്കുന്നത്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ജുർഹൂം ഗോത്രത്തിൽ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. ആ ഒരു സന്താന പരമ്പരയാണ് അദ്നാനികളായി മാറിയത്. ഇതിനിടയ്ക്ക് 4ഓളം തവണ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെയും ഭാര്യയും കാണാൻ വേണ്ടി മക്കയിൽ എത്തിയിരുന്നു. അപ്പൊ ഒരിക്കൽ ആ ഒരു വേളയിലാണ് കഅബ നിർമ്മിക്കുന്നത്. അപ്പം അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്നാൻ. അതായത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മരണശേഷം 400-500 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്നാൻ എന്ന വ്യക്തി ജനിക്കുന്നത്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്നാനി അറബിയാണ്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 21ാമത്തെ പിതാവാണ് ഈ അദ്നാൻ. അങ്ങനെ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ചുമതലയിലായിരുന്നു കഅബയും സംസവും അത്രയും കാലം. പിന്നീട് ഇസ്മായിൽ അലൈഹി സ്വലാം മരണപ്പെടുകയാണ്. ശേഷം ഈ ജുർഹൂം ഗോത്രമാണ് മക്കയുടെ ഭരണാധികാരികളായി മാറുന്നത്. പിന്നീട് ആ ജുർഹൂം ഗോത്രത്തിന്റെ പ്രതാപം അവസാനിക്കുകയും അവർ ദുഷ്ടന്മാരും കൊള്ളയടിക്കുന്ന ഒരു കൂട്ടരുമായി മാറുകയും ആണ്. ശേഷം അവർ ആ രീതിയിൽ മോഷണവും മറ്റും കാര്യങ്ങളിലേക്ക് തിരിയുകയാണ്. അപ്പം ബാക്കിയുള്ള ഗോത്രങ്ങളും ഈ അദ്നാനി ഗോത്രവും ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന് ഖുസാ ഗോത്രം എന്ന് പറഞ്ഞ പുറത്തുള്ള മക്കയുടെ പുറത്തുള്ള ഒരു ഗോത്രമായ ഖുസാ ഗോത്രത്തിന്റെ സഹായത്തോടു കൂടി ഈ ജുർഹൂം ഗോത്രക്കാരെ മക്കയിൽ നിന്ന് നാട് കടത്തുകയാണ്. അപ്പം അങ്ങനെ പോകുന്നതിന് മുമ്പ് ഈ ജുർഹൂം ഗോത്രക്കാരൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ അവർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്വർണവും മറ്റ് ലോഹങ്ങളെല്ലാം വെച്ച് സംസം കിണറിലേക്ക് ഇടുകയും ആ സംസം കിണർ മൂടിക്കളയുകയും ചെയ്യും. എന്നിട്ടാണ് അവർ യമനിലേക്ക് നാട് വിട്ടത്. അപ്പം ആ സംസം എവിടെയാണെന്ന് ആർക്കും അറിയില്ലാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ മക്കയുടെ ഭരണം ഖുസാ ഗോത്രത്തിന്റെ കയ്യിലാണ്. അദ്നാനികളായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പരമ്പര അവിടെ തുടർന്ന് ജീവിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും നിർമ്മിച്ച കഅബയിൽ ഏകദൈവാരാധനയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ നിർമ്മിച്ച കഅബയിൽ എങ്ങനെയാണ് ബഹുദൈവാരാധന കടന്നു വന്നതെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. പ്രത്യേകം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കാഞ്ഞപ്പള്ളി സലഫി മസ്ജിദ്, അപ്പൊ അത്യാവശ്യം ഒരുപാട് നാളായി അവിടെ ജുമാ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരു അധ്യാപകൻ ഒറ്റയ്ക്കാണ് ആ പള്ളിയുടെ ചിലവുകൾ വഹിക്കുന്നത്. പള്ളിക്ക് മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ ഒന്നും തന്നെയില്ല. എല്ലാ റമദാനിലും നമ്മൾ ഒരു കളക്ഷൻ എടുത്ത് കൊടുക്കാറുണ്ട് ആ പള്ളിക്ക് വേണ്ടി. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ തറാവീഹിനായി വരുമ്പോൾ അതിനായി കരുതണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവർക്ക് അവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾക്ക് അല്ലാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك وأشهد أن لا إله إلا أنت أستغفرك وأتوب إليك.